ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഒരു യാത്രയിലാണ് നമ്മൾ. രാവിലെ ഷോപ്പിൽ പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരി ചിത്ര വിളിക്കണു, ചേച്ചി ഇന്ന് മക്കളുമായിട്ടൊന്ന് പുറത്ത് പോകാമോ എന്ന്. വിഷമിച്ചിട്ടാണ് എങ്കിൽ പോലും ഷോപ്പിനെ അടച്ചിട്ടിട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത സ്റ്റാഫിനെയും കൂട്ടി നമ്മൾ പോകാമെന്ന് കരുതി പോകുമ്പോഴാണ് അവൾ വെയിൽ കൊണ്ട് എൻ്റെ സ്റ്റാഫ് നിന്ന് കരിഞ്ഞു നിൽക്കണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫേഷ്യൽ നാളെ കിട്ടുമല്ലോ എന്ന സന്തോഷത്തിൽ ഞാൻ അവളോട് പറഞ്ഞപ്പം തരുന്നുണ്ട് കൂലി എന്നൊക്കെ പറഞ്ഞ് കാറിൽ കയറി. നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുപോകാനെടുത്ത ഫുഡുകളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കാറിൽ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അവൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവളെ കാറിൽ നിർത്തി കുറച്ച് കൂളാക്കി തണുത്തതിന് ശേഷം അവിടെ നിന്ന് വണ്ടി എടുത്തു നമ്മൾ അടുത്ത ആളിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് അവളെ വിളിച്ചപ്പോഴാണ് അവൾ പറയണത്, ചേച്ചി ഞാൻ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. എങ്കിലും കുഴപ്പമില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ ചെന്നപ്പോഴാണ് അവളെ വീട്ടിൽ പോയി വിളിച്ചില്ല എന്നുള്ള പരാതിയാണ് കണ്ടത്. എനിക്ക് വായുമടച്ചിരിക്കാനല്ലേ പറ്റൂ, കൂട്ടുകാരെന്ത് പറഞ്ഞാലും സഹിക്കേണ്ടത് തന്നല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതെ ഇരുന്നു. അവൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും വീട്ടിൽ തന്നെ പോയി കൊണ്ടുവരുമായിരുന്നു. അവൾ നിൽക്കാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞങ്ങൾ നിന്നു. പിള്ളേരെയൊക്കെ സേഫാക്കി ഇരുത്തി എല്ലാവരും സേഫാണെന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് വണ്ടി അടുത്തതായി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ബൈപ്പാസ് വഴി മുന്നോട്ട് പോയി. കുറച്ച് സന്തോഷങ്ങൾ കിട്ടുന്ന നിമിഷം അതൊക്കെ നമ്മൾ ആസ്വദിച്ച് തമാശകളൊക്കെ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളും ഷോപ്പിലെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് അടുത്ത് ഇനി എവിടേക്ക് പോകണമെന്നുള്ള തീരുമാനം, മക്കൾ കോവളത്ത് പോകണമെന്നും അങ്ങനെ പല സ്ഥലങ്ങൾ പറയുന്നുണ്ട്. നേരെ പോയത് ലുലു മാളിലേക്കാണ്. കുറച്ച് തണുത്തിട്ട് നിൽക്കാമല്ലോ എന്ന് കരുതി. ഭയങ്കര തിരക്കായിരുന്നു ലുലു മാളിൽ. കാറൊക്കെ പാർക്ക് ചെയ്തു. അതിനുശേഷം ലുലു മാളിലേക്ക് കയറി ഇങ്ങനെ പോകുന്ന വഴിക്ക് സന്തോഷമാണ്. എല്ലാവരുമായിട്ട് ഒരുമിച്ചുള്ള ഒരു യാത്ര ഭയങ്കര സന്തോഷമാണ്. പോകുമ്പോഴാണ് ഒരു ഷോപ്പിൽ എന്തോ ഒരു അതിശയം പോലെ ഷിജി ഒരു സാധനം കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാനിത് കണ്ടില്ല ആദ്യം. അപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചു. അപ്പോൾ ചിത്ര വന്നപ്പോൾ ചിത്രയോടും പറഞ്ഞു. അങ്ങനെ അവളും കണ്ട് ചിരിച്ചിട്ട് അവളെയും കളിയാക്കിയതിന് ശേഷം അടുത്ത് പിള്ളേർ സംസാരിക്കുന്ന മരം എവിടെ എന്നാണ് തപ്പണത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ലുലുമാളിൽ പോയിട്ടുണ്ട്, എങ്കിലും അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അവർ കുറേ സാധനങ്ങളൊക്കെ അവർ പർച്ചേസ് ചെയ്തു. ഞാനൊന്നും വാങ്ങിയില്ല. അവർ ബില്ലൊക്കെ പേ ചെയ്യാൻ ചെന്ന് നിൽക്കുമ്പോൾ ഒരാളെ അതിനിടയ്ക്ക് കാണുന്നില്ല. പിന്നെ അവളെ തപ്പിപ്പിടിച്ച് സാധനങ്ങളൊക്കെ ബില്ല് പേ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി സംസാരിക്കുന്ന മരത്തിൻ്റെ അടുത്തൊക്കെ വന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അവിടെ നിന്ന് അതിനിടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ നേരെ പോയത് കോവളത്തേക്കാണ്. കോവളത്ത് വന്ന് കുറച്ച് നേരം പിള്ളേരുകൾ മാത്രം കടലിലൊക്കെ ഒന്ന് ഇറങ്ങി. നമ്മൾ കാല് നനയ്ക്കാൻ വയ്യ എന്നുള്ള പറഞ്ഞുകൊണ്ട് ഞാനും ഷിജിയും മാറിയിരുന്നു. പിള്ളേർ പോയി കടലിലൊക്കെ പോയതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ചെറിയ പാർക്ക്, മക്കളുകൾ ഓടിപ്പോയി കളിക്കാൻ പോയി. അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും സേഫായിട്ട് എല്ലാവരുടെയും വീടുകളിൽ എത്തിച്ചു. അടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്കും തിരിച്ചു.